നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. എക്സിബിഷൻ സ്റ്റാളുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടതിന് സ്നോലാൻഡ് ഓണം എക്സ്പോ പ്രദർശനം സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് പിഴ ചുമത്തി. പ്രദർശനം അവസാനിപ്പിച്ച് മൈസൂരിലേക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിനിടയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തിയ നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള A to Z ഇവന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഗ്രൂപ്പിന് 25,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പോലീസ് ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ വലിയ അളവിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, കരിമ്പിൻ ചണ്ടി, ബോട്ടിലുകൾ, ഒറ്റത്തവണ ഉപയോഗ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവ വലിയ കൂനയായി കൂട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. തൊട്ടടുത്ത തൊഴിലാളികൾക്ക് താമസിക്കാനൊരുക്കിയ താൽക്കാലിക സംവിധാനത്തിൽ നിന്നും മലിനജലം ഒഴുക്കിവിട്ടതായും കണ്ടെത്തി. സമീപത്തു തന്നെ വേസ്റ്റ് ബിന്നിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തിയിട്ടതായും കാണപ്പെട്ടു. മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ട് കുഴിച്ചുമൂടാനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് ഹരിത കർമ്മസേന അംഗങ്ങൾ കൂടി സ്ഥലത്തെത്തി കൂട്ടിയിട്ട മാലിന്യം പരിശോധിച്ച് മാലിന്യം ഉടൻ തന്നെ വേർതിരിച്ച് വൃത്തിയാക്കിയ ശേഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുന്നതിനും വിവരം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് അറിയിക്കുന്നതിനും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശിച്ചു. മലിനജലം ഒഴുക്കിവിടൽ, നിരോധിത വസ്തുക്കളുടെ ഉപയോഗം, മാലിന്യം തരംതിരിക്കാതെ കൂട്ടിയിടൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് 25,000 രൂപ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള A to Z ഇവന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഗ്രൂപ്പാണ് പിഴ അടയ്ക്കേണ്ടത്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രേഷ്മ രമേശൻ, ഹരിതകർമ്മ സേനാംഗങ്ങളായ റീന KV, സുജിന SV തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.